അവര് കാണിച്ച രീതി അതായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അതിനനുസരിച്ച് കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു കുടിക്കുന്ന കൊച്ചിന് എന്തിനാ അങ്ങനെ കുത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. പൊന്നു കൂട്ടുകാരെ, ഇത് പിള്ളേരെക്കാട്ടിൽ കഷ്ടപ്പെട്ട ഒരാൾ പിണങ്ങിയിരിക്കും കേട്ടോ. തറവാട്ടി വന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നൊന്നുമല്ല. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൈ ബേബിക്ക് ഇന്ന് ഇവിടുത്തെ വാക്സിൻ ആട്ടോ. 3ാമത്തെ ഡോസ് നമ്മൾ അവിടുന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് വന്നിട്ട് അത് കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്, ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ മൊട്ടച്ചേട്ടൻ എന്തുണ്ട് പോളിയോ. അപ്പൊ കൂട്ടുകാരെ, നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കട്ടോ. കുഞ്ഞിപ്പെണ്ണിന്റെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വാക്സിൻ ആട്ടോ. നമ്മൾ ഇതിന് മുന്നോട്ട് 2 ഡോസ് നമ്മൾ അവിടെ നിന്നായിരുന്നു എടുത്തിരുന്നത്, UK ആയിരുന്നു എടുത്തിരുന്നത്. ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ വാക്സിൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതേപോലെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതിന്റെ ഘോഷയാത്രകളൊക്കെ ടൗണിൽ കൂടെ പോകുന്നുണ്ടെന്നാ പറഞ്ഞ. നമ്മൾ കാണുമെന്നൊന്നും അറിയത്തില്ല. കാണുവാണെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പൊ കൂട്ടുകാരെ, നമ്മളിതാ പുൽപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് പോയിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ് പിള്ളേരുടെ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി. കുഞ്ഞിപ്പെണ്ണ് പ്രാർത്ഥന കേട്ടോ. ദൈവമേ, എന്നെ വേദനിപ്പിക്കല്ലേ ദൈവമേ. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഈ പിള്ളേർക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം. എന്റെ ദൈവമേ, കുറ്റിയേ സൂചി വെക്കുമ്പോ ചിച്ചനട്ടാ ചിച്ചുല്ലേ ചിച്ചു. അപ്പൊ കൂട്ടുകാരെ, ഇതാ നമ്മുടെ താലം എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിന്റെ നമ്മൾ ആശുപത്രി എത്തിയപ്പോഴാണ് എത്തിയിട്ടുള്ളത്. കാണിച്ചു തരാം കേട്ടോ. ഇതില് പറ്റില്ല. ഇതാ ശ്രീകൃഷ്ണന്മാര് പോണു. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ ആദ്യമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി കാണും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ കുറെ നേരം അങ്ങോട്ട് കൂടെ നടക്കുന്നു കേട്ടോ. കുറെ നേരം ക്യൂ നിന്നിട്ട് OP ടിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്താണ് ഡോക്ടറിനെ കാണണം. ഡോക്ടറിനെ കാണിച്ചിട്ട് ആണ് വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മള് അവിടുത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ ഓൺലൈനായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യുന്നു. അല്ല, അവിടുത്തെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് കോമഡി ആട്ടോ. സ്കൈന്റെ പേരൊക്കെ അടിച്ചു വെച്ചാൽ സൂപ്പർ ആയിട്ടുണ്ട്. സ്കൈന്റെ പേര് കണ്ടോ? SSKKYO അങ്ങനെ എന്തൊക്കെയോ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കോമഡി. അപ്പൊ എന്തായാലും പോയി ഡോക്ടറിനെ കണ്ടിട്ട് എന്താ സ്ഥിതി എന്ന് ചോദിക്കണം. കാരണം അവിടെ 2 വാക്സിൻ അവിടെയായിരുന്നു എടുത്തിരുന്നത്. പിന്നെ ബാക്കി ഇവിടെ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ എങ്ങനെയായിരിക്കും സിസ്റ്റം? ക്യൂ ഒന്നുമില്ല. നമ്പർ അടിക്കും വിളിക്കുമ്പോ പോകുന്ന പറയുന്നത്. പക്ഷെ എല്ലാവരും ക്യൂ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നാട്ടെ ഇവിടെ ഇങ്ങനെ നമ്പറുണ്ട്. ഇങ്ങനെ ക്യൂ ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്പർ വിളിക്കാൻ പോകുന്ന കേട്ടോ. ഒന്നേ അപ്പൊ കുഞ്ഞിനെ കാണിക്കണമെങ്കിൽ നേരെ കയറി ചെല്ലാന്നാ പറഞ്ഞേ. കയറി നോക്കാം. കയറൂ ഞാൻ. അപ്പൊ കൂട്ടുകാരെ, ഡോക്ടറെ കണ്ടോ. ഡോക്ടറെ കണ്ടു. ഡോക്ടറെ പറഞ്ഞു ഇങ്ങനെ ചെക്ക് ചെയ്തു. അതായത് വയറിളക്കം എന്തെങ്കിലും ഉണ്ടായിരുന്നോ 2 ദിവസം മുന്നേ, പനിച്ചോ അങ്ങനത്തെ അസുഖം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോന്ന് ചോദിച്ചതാണ് കേട്ടോ. വാക്സിൻ എടുക്കുന്നതിന് മുന്നേ ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട്. പിന്നെ ഇവിടുന്ന് UK ഇങ്ങോട്ട് വന്ന കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് നോക്കി ഇപ്പൊ ഏതൊക്കെ വാക്സിൻ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ പിന്നെയും വാക്സിൻ എടുക്കാനുള്ള അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൂഡുവിന് തുള്ളി മരുന്നാട്ടോ, വൈറ്റമിന്റെ തുള്ളി മരുന്ന്. അപ്പം വിറ്റാമിന്റെ തുള്ളി മരുന്ന് അവനെ അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ടാവും കുഞ്ഞേച്ചി. എനിക്ക് കൊടുത്തോന്ന് അറിയത്തില്ല. വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം എന്താണ് നമുക്ക് മൊത്തത്തിൽ ഇതല്ലേ, വ്യത്യാസമല്ലേ. നമുക്ക് ഇവിടെ വന്നിട്ട് അറിയത്തില്ല. ആദ്യമായിട്ട് വരുന്നോണ്ട് നമ്മള് എടുത്ത് നോക്കുന്ന കേട്ടോ. അതുകൊണ്ട് അതിന് സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആട്ടോ. അടുത്തോട്ട് വരുമ്പോ പൂരിക്കും നമ്മള് അല്ലേ. ഒരു ടേബിളിന് ചുറ്റും ആൾക്കാർ, ഒരു ക്യൂ ഇല്ല, ഒന്നുമില്ല കേട്ടോ. അല്ല, ഇവിടെ ക്യൂ ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ കൊറേ നേരമായിട്ട് ഡൂഡ് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണു. ഡൂഡ് നിന്ന് വിറ്റാമിന്റെ വാക്സിൻ ഉണ്ടോ? തുള്ളിമരുന്ന് വായിലൊരിക്കാൻ തുള്ളിമരുന്നില്ലേ, അതിനുവേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഇവിടുത്തെ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ. അപ്പൊ അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക കേട്ടോ. വെയിറ്റ് ഒക്കെ നോക്കിയിരിക്കുക. കുഞ്ഞു പിള്ളേരൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പൊ കുറെ കുഞ്ഞുമക്കളൊക്കെ അവിടെ കരയുന്നുണ്ട്. നല്ല ഒച്ചപ്പാട്. അതുകൊണ്ടാണ് കേട്ടോ. 3 ദിവസത്തേക്ക് നല്ല പനിയായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. ടെൻഷനായിട്ട് വയ്യ. കുഞ്ഞ് അടുത്തത് നീ ആയിനി ഒളിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ആണ്ട് വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞോ. സ്കൈ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൈ അവിടുത്തെ പെയിൻലെസ് ആണ്. ഇവിടെ പെയിൻ ഉണ്ട്. ഇവിടെ ഭയങ്കര റൂഡായിട്ടല്ലേ ആൾക്കാര്. റൂഡായിട്ട് ഭയങ്കര മോശമായിട്ട് തന്നെയാ അവര് പെരുമാറിയത്. കൊച്ച് മര്യാദക്ക് തുള്ളി മരുന്ന് കുടിക്കുന്ന കൊച്ചിന് വെറുതെ കുടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ കുത്തിപ്പിടിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ പിടിക്കണ്ടെന്ന് പറഞ്ഞു.
അവള് തന്നെ വാരി കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാണ് ഇവിടെ എല്ലാവർക്കും ഒരേ നിയമം, അതിനനുസരിച്ച് കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു കുടിക്കുന്ന കൊച്ചിന് എന്തിനാ അങ്ങനെ കുത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ചില നേഴ്സുമാരുണ്ടല്ലോ ഭയങ്കര റൂഡാണ്, ഭയങ്കര മോശമായ രീതിയിലാണ് ചുമ്മാ വായി കൊടുത്താൽ മതി, അതിന് ചുമ്മാ വായി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് അവിടെ അത്രയും ചുമന്നിരിക്കും കേട്ടോ, ഇങ്ങനെ മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പേടിക്കണ്ട, കുഞ്ഞു അല്ലാണ്ട് അവിടുന്ന് കൊടുക്കുന്നതല്ലേ, അവിടുന്ന് ഇതേ കൊടുക്കുന്നത് സിറിഞ്ചില് കൊടുക്കുമ്പോ അവള് തന്നെ സക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചാ കുടിക്കല്, അതേപോലെ കുടിച്ചോളൂന്ന് പറഞ്ഞിട്ട് ചുമ്മാ കഴുത്തിന് കുത്തിപ്പിടിച്ച് വായി കൊടുക്കുന്നത് വല്ലാത്തൊരു സിസ്റ്റം തന്നെയാ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അപ്പൊ ഇച്ച വന്നിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ആരെങ്കിലും വലിയവര് കാണുവാണെങ്കിൽ എന്തെങ്കിലും ഒരു മെഷർ എടുക്കണം കേട്ടോ. ഈ ഡൂഡൂനും അതുപോലെയായിരുന്നു, വായിലിങ്ങനെ നീ പിന്നെ അതേപോലെ പിള്ളേർക്കൊക്കെ സാധാരണ രീതിയിൽ കൊടുക്കുന്നതിൽ കൊടുത്താൽ അവര് കഴിച്ചോളൂ. ചുമ്മാ പിടിച്ച് അവനെ കരയിപ്പിച്ച് ബഹളം പിടിച്ച് എന്തിനാല്ലേ എല്ലാ പിള്ളേരും കിടന്നിട്ട് കുഞ്ഞിനെ വേദനിച്ചിട്ടാണ് കരയുക. എല്ലാ പിള്ളേരും കിടന്ന് കരച്ചില്. ഇവിടെ വാക്സിൻ എടുക്കാൻ വരുന്നവര് ഇവിടുത്തെ ഈ നിയമം എന്താണെന്ന് ശരിക്കും അറിയാണ്ടാണ് ഈ അമ്മമാരൊക്കെ കിടന്നിട്ട് ഈ സങ്കടപ്പെട്ടുകൊണ്ട് പോകുന്നത്. ശരിക്കും നമ്മൾ അവിടുന്ന് ഇതേ സെയിം വാക്സിൻ തന്നെയാണ് എടുക്കുന്നത്. അവിടുന്ന് ഫ്രണ്ട്ലി ആയിട്ട് കൊച്ചിനെ കാമാക്കിയതിന് ശേഷമാണ് ഹെൽത്തിൽ നിന്ന് ആര് കാണുവാണെങ്കിലും ഒന്ന് എന്താ പറയാ കെയർ ചെയ്യുക. കുഞ്ഞു മക്കളല്ല അവരെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവര് പാല് കുടിക്കുന്നത് കാരണം പാലിലേക്ക് എന്ത് കൊണ്ടുവച്ചാലും സക്ക് ചെയ്യും, സ്വതവേ അങ്ങനെയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ വാ തുറന്ന് കൊടുക്കാം. കുത്തി ആദ്യം തന്നെ കുത്തി അങ്ങ് പിടിക്കണം, എന്നിട്ട് അപ്പോഴാണ് കുഞ്ഞു കരഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി വേണ്ട അവൾ തന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, നേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇച്ച നിക്കുവോന്ന് ചോദിച്ചു ഞാന്. അപ്പൊ പറഞ്ഞു ഇവിടെ സാധാരണ അച്ഛന്മാരെ കയറ്റാറില്ല, അമ്മമാരെ കയറ്റാറുള്ളൂ, എല്ലാം അമ്മമാരാ ചെയ്യുന്നതെന്ന്. അച്ഛന്മാർക്ക് ഒരു റോളും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് കാണുന്ന എല്ലാ അച്ഛന്മാരും കൂടി നിങ്ങളാണ് നമ്മളുണ്ടാക്കിയ പിള്ളേർക്ക് നമുക്ക് റോളില്ല, എല്ലാ അമ്മമാരാണ് ഇവിടെ ചെയ്യുന്നത്. അതെന്തായത് അച്ഛനെ ഉണ്ടാക്കിയ മതം വരല്ലോ, നമ്മളെ അച്ഛന്മാർക്ക് അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം അമ്മ എന്നുള്ള രീതിയിൽ തന്നെ അച്ഛനും പ്രാധാന്യമുണ്ട്. ഭയങ്കര കഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് അവിടുത്തെ പോലെ ഇവിടെ വേണം എന്നല്ല നമ്മൾ പറയുന്നത്. ഈ പിള്ളേരെ എന്താണ് ചുമ്മാ വായി കൊടുത്താൽ മതി മരുന്ന്, അത് ചുമ്മാ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഒരു മാനേഴ്സ് എന്നുള്ള സാധനം വേണം മനുഷ്യന്മാർക്ക്. ഇത് ചുമ്മാ മോന്തയും വീർപ്പിച്ച് ഉങ്ങനെ പിടിച്ച് എല്ലാവരും മോന്തയും വീർപ്പിച്ച് അങ്ങനെ അവിടെ ഇങ്ങനെയാണോ? ഇവിടെ അന്ന് അങ്ങനെയല്ല. അവിടുത്തെ പെയിൻലെസ് ആയിരിക്കും, പക്ഷെ ഇവിടെ പനിക്കും. 3 ദിവസത്തേക്ക് പനിച്ച് കൊച്ചു കിടപ്പായിരിക്കും. അത് മൈൻഡ് ചെയ്യൊന്നും ചെയ്യണ്ട. അങ്ങനെയൊക്കെയുള്ള രീതി ഭയങ്കര ഒരുമാതിരി ദേഷ്യപ്പെടും പോലെ ഒരു രീതിയിലാട്ടോ പുള്ളിക്കാരി. ആരും നേഴ്സിന്റെ പേരൊന്നുമില്ല, അവരുടെ നെയിം പ്ലേറ്റും കാര്യങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്ന. എനിക്ക് ആ പേരും കൂടെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരാ. അപ്പമാർക്ക് റോളില്ലാന്നാണ് ഞാനില്ലാറട്ടെ എന്റെ അകത്ത് കയറ്റില്ല. എന്റെ മുന്നിൽ പറയാറ് ഞാൻ പറഞ്ഞേ അവരോട് എനിക്ക് റോളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് റോളുണ്ടെന്ന്. അമ്മമാരാണ്, അമ്മമാർക്ക് എല്ലാം അറിയത്തുള്ളൂ. ഇത് കാരണം പറഞ്ഞ് വേദനിക്കുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിൽ എത്ര അമ്മമാരുണ്ട് ഇതിനെ ചൊല്ലി വേദനിക്കാത്തവര്? നിങ്ങൾ തന്നെ സ്വയം ആഗ്രഹിച്ചിട്ടില്ലേ ഈ പുറത്തുള്ള രാജ്യങ്ങളിൽ അപ്പനും അമ്മയും തുല്യമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നു, കുട്ടിയെ നോക്കുന്നു, അതുപോലെ ഇവിടെ മരണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അത് പക്ഷെ എന്താ പറയാ, ഈ പണ്ടത്തെ സിസ്റ്റം ഇപ്പോഴും അടിച്ചേൽപ്പിക്കാൻ നോക്കുക. ഈ പിള്ളേർ വരുമ്പോ അവര് പറയുന്നൊന്നും അംഗീകരിക്കത്തില്ല. പണ്ടത്തെ അയ്യോ പെണ്ണുങ്ങൾ തന്നെ എല്ലാം ചെയ്യണം, ആണുങ്ങൾ അവിടെ ചുമ്മാ കാല് നീട്ടി അങ്ങ് ഇരിക്കണം. ചായ എന്ന് പറയുമ്പോ ചായ, വെള്ളം എന്ന് പറയുമ്പോ വെള്ളം. പെണ്ണുങ്ങൾ ഇങ്ങനെ അടിഞ്ഞമർന്ന് എന്റെ പാതാളത്തിലോട്ട് മാവേലി ഇറങ്ങി പോയ പോലെ പോകും. അപ്പൊ ആദ്യം തന്നെ മാറേണ്ട ഈ ഒരു ചിന്താഗതി ആട്ടോ ആൾക്കാർക്ക്. ഇവിടെ എന്താണ് അമ്മമാർക്ക് മാത്രമാണ് ഒരു കുഞ്ഞിന്റെ മേലെ അവകാശമുള്ളൂ, അപ്പന്മാർക്ക് അവകാശമൊന്നുമില്ല. അപ്പന്മാര് ചുമ്മാ എന്താണ് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എത്തിച്ചു കൊടുക്കേണ്ട എന്താണ് ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പറയരുതെന്ന് ഞാൻ പറഞ്ഞു തീർക്കാൻ സമ്മതിക്ക്. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇത് പിള്ളേരെക്കാട്ടിൽ കഷ്ടപ്പെട്ട ഒരാൾ പിണങ്ങിയിരിക്കും കേട്ടോ. എടാ നീ വിഷമിച്ചിരുന്നിട്ട് കാര്യല്ലോ. എനിക്ക് വിഷമൊന്നുമില്ല. എടാ അവര് പറഞ്ഞു
അതെ ടോർച്ചും ലൈറ്റ് ഉണ്ടല്ലോ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കുവാ. എന്താ പറ്റിയ? എന്റെ ദൈവമേ കുഞ്ഞിപ്പെണ്ണ കിടക്ക് നോക്കടാ. എന്റെ ദൈവമേ, ഇനി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വലിയ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നത്. പാവം. എങ്കിലും അപ്പനെ റോഡിലാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. കണ്ടോ ഇപ്പൊ ഒരു വിഷമില്ലാന്ന് പറഞ്ഞത് തന്നെ പറഞ്ഞോട്ടെ. പിന്നെ അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെ വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുഞ്ഞ് നല്ല ഉറക്കാട്ടോ. കുഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ദൈവമേ പാവം കൈ കൂപ്പി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്തായാലും വാക്സിനേഷൻ കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. നമ്മള് അവിടെ നിന്ന് നല്ല എന്താണ് അവിടുത്തെ നേഴ്സുമാരൊക്കെ ഭയങ്കര കുറച്ച് മാനേഴ്സോട് കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവരിങ്ങനെ ദൈവത്തിന്റെ മാലാക എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. ദൈവത്തിന്റെ മാലാകമാര് തന്നെയാണ് നേഴ്സുമാർ. പക്ഷെ ചില ആൾക്കാർ ഉണ്ട് ഇങ്ങനെ റൂഡായിട്ട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്. അത് അവരാണ് എല്ലാം നമുക്ക് വേണേ വന്നെടുത്തിട്ട് പോയാൽ മതി അങ്ങനെയുള്ള രീതിയിലൊക്കെ. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് അവരുടെ ജോലിയാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ നിൽക്കുന്ന ആൾക്കാർ ഗവൺമെന്റിന്റെ പൈസയാണ് അവർക്ക് സാലറി കിട്ടുന്നത്. അതായത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും കയ്യിൽ നിന്നുള്ള ടാക്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പൈസയാണ് ഇവർക്ക് സാലറി ആയിട്ടൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ചില നേഴ്സുമാരുണ്ട്, അവരൊക്കെ ഇങ്ങനെ സാധാരണ ജനങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ടോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊക്കെ വരുമ്പോൾ കുറച്ച് മാന്യമായിട്ട് പെരുമാറണം. അല്ലാണ്ട് ഇത് അവരുടെ എന്താണ് തറവാട്ടി വന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നൊന്നും അല്ല. ഒരു അമ്മയും കുഞ്ഞു വാവയും കൂടി ആയിട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ സ്കൈ ബേബിനെ പോലെ തന്നെ ഒരു കുഞ്ഞു വാവയാട്ടോ. അതും ആ കുഞ്ഞു വാവയ്ക്ക് പനിയുമായിരുന്നു, കഫക്കെട്ടുമായിരുന്നു കേട്ടോ. എന്നിട്ട് ആ കൊച്ചിന് അല്ലെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോ ഒരു എന്താ ഭയങ്കര ചൂടാട്ടോ. അതിന്റെ കൂടെ ആ കൊച്ചിന് പനി അതൊക്കെയാണ് താനും. ആ ചേച്ചി ആ ഗ്ലൗസ് തന്നെ ഇട്ടിട്ട് എല്ലാ പിള്ളേരെയും ആ നമ്മളൊരു പറയുമ്പോൾ ഒരു ഇച്ചിരി മര്യാദ കൊടുത്ത് സംസാരിക്കുന്നല്ലേ ആ നേഴ്സ്, എല്ലാ പിള്ളേരും ഒരേ ഗ്ലൗസ് വെച്ച് തന്നെ എടുക്കുകയും ഇതാക്കും കുത്തുകയും ചെയ്യുന്ന, സിറിഞ്ച് എടുത്ത് കുത്തുന്നു ഇതാക്കുന്നു, വൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതാട്ടോ. വൈപ്സ് ചെയ്യുന്നല്ല, ഈ കഞ്ഞി വെച്ചിട്ട് കോട്ടം വെച്ച് കൊടുക്കുന്നതൊക്കെ അത് തന്നെയാണ്. അതേപോലെ തന്നെ ഇവര് രാവിലെ തൊട്ട് രാത്രി വരെ വൈകുന്നേരം വരെ ഒരേ ഗ്ലൗസ് യൂസ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെയാണെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടെ. നമുക്ക് നമ്മൾ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. അവര് ഇപ്പൊ നമ്മുടെ മുന്നേ വന്ന ആൾക്കാർ നമ്മൾ നോക്കിയപ്പോഴും ഗ്ലൗസ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. എല്ലാരും സാനിറ്റൈസ് ചെയ്തിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞ് വേസ്റ്റ് ഓട്ടയിലൊക്കെ ഇങ്ങനെ എറിഞ്ഞിടുക സിറിഞ്ച് കുത്തിയിട്ട്. അവര് മറ്റേ എന്താണ് പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് സിറിഞ്ചെടുത്ത് എറിയുന്നത്. ഇതൊക്കെ ആരെങ്കിലും മേത്തൊക്കെ തട്ടിയാല് പിന്നെ അതല്ല ഈ ഗ്ലൗസ് ഇടുന്നത് എന്തിനാന്ന് ഇവർക്ക് അറിയില്ല തോന്നുന്നു. ഈ നേഴ്സ് അവർക്കൊക്കെ എന്തിനാണ് ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഒരു രോഗിയിൽ നിന്ന് അടുത്ത രോഗിയിലേക്ക് ഇത് എന്താണ് രോഗം മാറാതിരിക്കാൻ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇത് ചുമ്മാ എന്താണ് റബ്ബർ വെട്ടാൻ നമ്മൾ ഗ്ലൗസ് ഇടുന്ന പോലെയാണ് അവര് ഒറ്റ ഗ്ലൗസിന് ഇട്ടിട്ട് എല്ലാവരെയും അങ്ങോട്ട് മെരുക്കും, ഇഞ്ചക്ഷൻ വെക്കുവോ അങ്ങനത്തെ എല്ലാം. അങ്ങനെയാണ് ഇവിടെ സിസ്റ്റം. അപ്പം നമുക്കെന്തായാലും വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നുണ്ടായത്. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ വാക്സിൻ എടുക്കാനൊക്കെ പോകില്ല. അപ്പൊ അമ്മമാർ ഒറ്റയ്ക്കൊക്കെ വിടാതെ കൂടെ അച്ഛന്മാരും കൂടെ പോകാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഈ അമ്മമാര് പോകുമ്പോ എന്താ പറയുക, ഈ നേഴ്സുമാര് അവരെല്ലാം പഠിച്ച് ഒക്കെ ശരിയാണ്, അവരിതിനെ കുറിച്ച് നല്ലോണം പഠിച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. അവർ പറയുന്ന എന്നോട് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ 10 മാസം ഞാൻ എൻ്റെ വയറ്റിട്ട കൊച്ച് ഞാൻ എന്തെങ്കിലും ഒരു പാല് കൊടുക്കുന്ന ഒരു അമ്മയായത് കാരണം അവൾക്ക് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴും ആ കുഞ്ഞു തന്നെ സക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് കുടിക്കാത്ത പക്ഷെ അവർക്ക് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കുടിക്കായിരുന്നു. അല്ലാണ്ട് എങ്ങനെ വന്നിട്ട് ഒരു അമ്മയ്ക്ക് വേദനിക്കും, ഒരു കുഞ്ഞിന് വേദനിക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടി വേദനിക്കും ഒരു അമ്മേൻ്റെ ചങ്ക് തന്നെ കൂട്ടുക. അപ്പൊ അതിനാണ് എനിക്ക് ഇത്ര ദേഷ്യം വന്നത്. നമ്മള് ദേഷ്യം കാരണം പറയുന്നൊന്നല്ല, നമ്മുടെ ദേഷ്യത്തിന്റെ എടുത്ത് ചേട്ടൻ കൊണ്ടൊന്നും പറയുന്നതല്ല. പക്ഷെ ഇതവര് ചെയ്തൊരു തെറ്റ് തന്നെ, അവര് ചെയ്ത് വളരെ മോശമായി പോയിട്ടോ. അവിടെ വന്നിരിക്കുന്ന എല്ലാ അമ്മമാരും പാവങ്ങളാണ്. അതായത് അവർക്ക് ഇവര് ഈ പറയുന്ന നേഴ്സൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് തിരിച്ചു പറയാനോ അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ അവരൊക്കെ ഞെട്ടിച്ച് നിർത്തിയേക്കാണ്. എന്തിനാണ് ഇവരൊക്കെ പേടിക്കുന്നത്? ഇവര് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ വൈഫിനെ ഇപ്പോൾ കുഞ്ഞിനെ വാക്സിൻ എടുക്കാൻ വേണ്ടി വിടുവാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡും കൂടെ പോവുക. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് സേഫ് ആണോ എന്ന് നോക്കുക കേട്ടോ. ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഇവരുടെ കീഴിൽ എന്താണ് അവര് പറയുന്നത് ശരി അവർ ഞെട്ടിച്ച് നമ്മൾ അങ്ങനെ പേടിച്ചേക്കേണ്ട ഒരു ആവശ്യമില്ല. 5 മാസമുള്ളപ്പോ 4 കേട്ടോ. ഇത് ഡൂഡുവിനെ കൊണ്ട് ഞാനായിരുന്നു വെക്കൊണ്ടിരുന്നത്. അപ്പൊ ഡൂഡു ഇതേപോലെ തന്നെ കുടിക്കും.
ഇതേ സെയിം കാര്യത്തിൽ തന്നെയല്ലേ വഴക്കിട്ടത്. എന്നിട്ട് ഞാൻ നേഴ്സിനോട് പറഞ്ഞപ്പോ പിന്നെ നേഴ്സിങ്ങിന് അവന്റെ മാമോദീസയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മൂക്കും അടച്ചിട്ട് കൊച്ചു കുടിക്കുന്നുണ്ട്, അതിന് മുന്നേ മൂക്കും അടച്ച് വായിൽ ഒഴിച്ചിട്ട് പിടിക്കുക. ഭയങ്കര കാമായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഡൂഡുവിന് 4 മാസം ഇതുപോലെ ഒന്നും അല്ല കേട്ടോ, കുഞ്ഞിപ്പെണ്ണിനെ പോലെ തന്നെ പാവം എന്ന് ഭയങ്കര കാമായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് ആ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന കൊച്ചിനെ പിടിച്ചിട്ടാണ് കവിള് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത്. ശരിക്കും പെയിൻ ആവും ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൂടി കൂട്ടിപ്പിടിച്ചിട്ട് മൂക്ക് പൊത്തി പിടിക്കും. നിങ്ങളുടെ കവിള് തന്നെ പിടിച്ചു നോക്ക്. ഇന്ന് ചെയ്ത സിസ്റ്റർ ഈ വീഡിയോ കാണുന്നുണ്ട്, സിസ്റ്ററിന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി പിടിച്ചു നോക്ക് വേദന ഉണ്ടോന്ന് കേട്ടോ. എന്നിട്ട് വേണം ഇത്തിരിക്കണി ഇല്ലാത്ത പിള്ളേരെ ഇട്ടിട്ട് നോവിക്കാൻ. അറ്റ്ലീസ്റ്റ് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യത്തില്ല. എല്ലാ നേഴ്സുമാരും അല്ലോട്ടെ, ചിലപ്പോൾ അവര് മാത്രമായിരിക്കും ഉണ്ടാവുക. ഒത്തിരി ദൂരെ നല്ല നേഴ്സുമാരുണ്ടല്ലേ, ഒത്തിരി നല്ല നേഴ്സുമാരുണ്ട്. ആ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നവര് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ പ്രൊഫഷനിലേക്ക് ഇറങ്ങുക, അല്ലാത്തവർ ഒരിക്കലും ആ പ്രൊഫഷനിൽ ഇറങ്ങരുത്. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഇന്ന് വാക്സിൻ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇവിടെ രാത്രിയായിട്ടോ, രാത്രിയായി ഉറങ്ങാൻ പോയേക്കുക. കുഞ്ഞിപ്പെണ്ണ് നല്ല കരച്ചിലാണ് കേട്ടോ, നല്ല പനിയാട്ടോ, നല്ലോണം പനിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. കുറെ നേരമായിട്ട് കരച്ചില്ല. അപ്പൊ വൈകുന്നേരത്തൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല കരച്ചിലായിരുന്നു. അപ്പൊ അത്രയുള്ള കൂട്ടുകാരെ വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ഓക്കേ പൊന്മണി.